ഹലോ നമസ്കാരം. അപ്പം നമുക്ക് ഇന്നത്തെ ബി ബി റിവ്യൂ തുടങ്ങിയാലോ? നമ്മുടെ ബി ബി റിവ്യൂ തുടങ്ങുന്നത് തന്നെ അനുമോളും ശരത്തുമായിട്ട് എന്തോ സംഭാഷണങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് മോർണിംഗ് ടാസ്ക് പേരുകൾ നമ്മൾ കണ്ടു. ഇഷ്ടമുള്ളത് പൂമ്പാറ്റകൾ, പിന്നെ അപ്പുക്കുട്ടി, ക്യൂട്ടി, അങ്ങനെ കുറേ പേരുകളും കണ്ടു. ഇഷ്ടമില്ലാത്ത പേരുകളും കണ്ടു. മുള്ളമ്മണ്ണി, പിന്നെ എന്താ പറയുക, പിന്നെന്താ ചൊറിയം പുഴു, പിന്നെ കുറേ മുഷ്ണി, ടുട്ടുമോൻ. അതിലേറ്റവും ഹേർട്ടായ ഒരു പേരെന്ന് പറഞ്ഞാൽ ശരിക്കും സെപ്റ്റിക് ടാങ്ക് തന്നെയാണ്. ഒരു സ്ത്രീനെ നോക്കി അത് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അയാൾ പുറത്തത്തെ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്തിട്ട് വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അതഞ്ഞ് പ്രൊവോക്ക് ചെയ്യാനാണോ എന്നറിയില്ല. അപ്പോൾ അത് അവൾക്ക് ഒരുപാട് ഹേർട്ടായി, രേണുസുതിക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ചർച്ചകളൊക്കെ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചും പിന്നെ ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് വന്നത് ഇതങ്ങനെയാണ്, മദറായിട്ടാണ്, വീഡിയോ ആയിട്ടാണെന്നൊക്കെ പറഞ്ഞ് വന്നത്. എനിക്കും പാവം തോന്നി. അവിടെ സെപ്റ്റിക് ടാങ്കിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് നമ്മൾ കണ്ടു, അക്ബർ കൺഫ്യൂസ് ചെയ്യണതും കണ്ടു. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഉദ്ദേശിച്ചത് വേറെയായിരുന്നു. പക്ഷേ എന്തുദ്ദേശിച്ചാലും ആ വേർഡ് തന്നെയാണ് അല്ലേ. അവൾ പറയുന്നുണ്ട്, എന്താ മനുഷ്യന്മാർ വിസർജനം ചെയ്യുന്ന സ്ഥലമാണ് സെപ്റ്റിക് ടാങ്ക്, ആരും പോകാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്, അത്രയ്ക്ക് മോശമാണോ അവളെന്ന് ചോദിക്കുന്നത്. ഞാനൊരു പ്രാവശ്യം ഇതിനു മുന്നേ രേണുസുതിക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നു. അധ്വാനിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഷാനവാസും അക്ബറിൻ്റെയും ക്ലാഷസ് ആണ്. അവർ അന്ന് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്ലാഷസ് ഉണ്ട്. അതെനിക്ക് ചിലപ്പോൾ തോന്നി പ്ലാൻഡ് ആണോ എന്നൊക്കെ സംശയം തോന്നി. അവരുടെ പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്ത് വന്ന ക്ലാഷ് ആണോ അതോ പ്ലാൻഡ് ആണോ എന്നെനിക്കൊരു സംശയം തോന്നി അതിൻ്റെ. പിന്നെ നമ്മൾ കണ്ടത് കോയിൻ എടുക്കുന്ന ടാസ്ക്കാണ്. നല്ല രസം. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം നല്ല രസമുണ്ട്. കോയിൻ എടുത്തു, കുറേ ആൾക്ക് കിട്ടി, കുറേ ആൾക്കാർക്ക് കിട്ടിയില്ല. എന്തായാലും എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും എന്ത് മാറ്റർ ഉണ്ടെങ്കിലും നമ്മൾ അനീഷേട്ടൻ അനീഷ് ടിയെ എന്താ പറയുക, ഒരു എക്സെപ്ഷൻ കേസിൽ വരും. ഫസ്റ്റിൽ ബ്ലാക്ക് കോയിൻ കിട്ടിയത് മൂപ്പർക്ക്, ഓക്കെ. ഗോൾഡ് കോയിൻ കിട്ടിയതും അക്ബറിന് കിട്ടി. അക്ബർ അതേപോലെ അത് പിന്നെ സൂപ്പർ പവറും കിട്ടി. അപ്പോൾ മറ്റേ നമ്മളെ ആര്യന് വേണ്ടിയിട്ട് ആര്യന് കൊടുത്തു. ആര്യനിൽ കോൺഫിഡൻസ് ആയിരുന്നു. അത് അവരുടെ ഗെയിമാണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടത് പറഞ്ഞിരുന്നത് അക്ബറിൻ്റെയും ആര്യൻ്റെയും ഗെയിംസാണ്. അപ്പോൾ അക്ബറിന് ഒരു സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയപ്പോൾ അത് ആര്യനക്ക് ഗോൾഡ് കോയിൻ എടുക്കാൻ കൊടുത്തു. പക്ഷെ ആര്യൻ എടുത്തിട്ട് ആര്യൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അക്ബർ വിശ്വസിച്ച പോലെ തന്നെ ആര്യൻ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആര്യൻ തെളിയിച്ചു. വീണുപോയി, അത് ആ സ്പീഡിലും കാര്യത്തിലും വീണുപോയതാണ്. പക്ഷെ നമ്മുടെ ബിഗ് ബോസ് 7ൻ്റെ പണിയുണ്ട് രണ്ടുപേർക്കും കൊടുത്തത്. അവന് കൺഫ്യൂഷൻ റൂമിൽ നല്ല സ്പിരിറ്റായിട്ട് കളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ തന്നെ കളിച്ചു നന്നായിട്ട്. ഇതിൽ ഞാൻ കണ്ടത് എന്താ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ അവനു വേണ്ടി നിന്ന് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ നെവിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചിലപ്പോൾ കാണാൻ റെമോ ലുക്ക്, ചിലപ്പോൾ കാണാൻ ഒരു അന്യൻ ലുക്ക്, ചിലപ്പോൾ കാണാൻ നമ്മുടെ എന്താ ഇമിറ്റേഷൻ, കഴിഞ്ഞു പോയ സീസണിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നില്ലേ. നമ്മൾ റിയ സലീമിനൊക്കെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി നെവിനെ കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുത്തിൽ ലാസ്റ്റ് കാണിക്കുന്ന കട്ടിൽ ടാസ്ക്, അത് എന്താ സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, കട്ടിൽ ടാസ്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ വീണ്ടും ആ കറുപ്പ് കോയിൻ ബ്ലാക്ക് കോയിൻ കിട്ടിയ ആൾക്കാർക്ക് കിട്ടിയ പണികൾ നല്ല രസമുണ്ടായിരുന്നു. ആ സീൻ നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മളെ അക്ബറും ഷാനവാസും കൂടിയും ഉന്തി കൊണ്ടുപോയി അനീഷിനെ അവിടെ വീഴ്ത്തിയ ആ സീനൊക്കെ നല്ല, അത് വേണച്ച് വീഴ്ത്തിയതാണോ ഇനി തട്ടി വീണതാണോ ഒന്നും അറിയില്ല. പക്ഷെ അബിക്കും അനീഷ് തുടങ്ങി ക്വിറ്റ് ചെയ്യാൻ പോവാണ്, അതാണ് മറിച്ചതാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അല്ലേ. ജസ്റ്റ് ഒരു ചെറിയ കാര്യത്തിന് ഇയാൾ ഇങ്ങനെ, പക്ഷെ അയാളെ ചൊറിയണം എന്നല്ല കേട്ടോ. അയാളുടെ ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാവരുടെയും ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട്. എല്ലാവരും അവരവരുടെ സ്പോർട്ട് സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട്. പിന്നെ ആ ചെറുക്കൻ പാവം, അതായത് ആര്യൻ എത്ര നേരമാണ് ആന കുത്തി നിൽക്കണം, അവരെ മുട്ടും കുത്തി നിന്നത്, പാവം. അതെനിക്ക് പാവം തോന്നി. എന്തായാലും പിന്നെ അതൊക്കെ കാണിച്ചത് ശരത്ത് അനുമോൾ നമ്മളെ ക്ലാഷ് ഗ്രൂപ്പിസമാണ് എന്നിട്ടുള്ള ക്ലാഷസും ചെറിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആര്യൻ കോയിൻ എടുക്കാൻ നോക്കി മറ്റേ ഇവൻ്റെ കയ്യിൽ നിന്ന്, അനീഷിൻ്റെ കയ്യിൽ നിന്ന്. ഇതെന്തറിയോ, ഓട്ടോമാറ്റിക്കലി എല്ലാവരും കൂടി ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു രാജാവ് ജനിക്കും.
ഇതിപ്പോൾ ഏകദേശം അതേ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മാത്രമാണ് നമ്മൾ രാജാവ് എന്നുള്ള പട്ടം കൊടുക്കാത്തത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ തന്നെ ഇങ്ങനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു രാജാവ് ജനിക്കും. പിന്നെ എല്ലാവർക്കും ഫാൻസ് ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുറച്ച് കമ്പയറിങ് ടു യെസ്റ്റർഡേ കുറച്ച് കൊള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അത്ര ബോറിങ് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരാഴ്ച കഴിയണം, 1-2 ആഴ്ച കഴിഞ്ഞാലേ ഇതിൻ്റെ ബോണ്ടിങ്ങും ആൾക്കാരുടെ മര്യാദക്കുള്ള പേരുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്നും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങൂ കേട്ടോ. ഗുഡ് നൈറ്റ്.